ഇയ്യോബ് അദ്ധ്യായം 17. എൻ്റെ ആത്മാവ് ക്ഷയിച്ചു, എൻ്റെ ആയുസ്സ് കെട്ടുപോയി. കല്ലറ എനിക്കായി ഒരുക്കുവിൻ, എന്നിൽ വ്യാജമില്ല. എൻ്റെ ആത്മാവ് അവരുടെ ഉപദ്രവത്തിൽ കിടക്കുന്നു. എൻ്റെ കൂടാരം നിന്റെ സമീപം പണിയണമേ. വിവേകരഹിതമായി നീ അവരുടെ ഹൃദയം അടച്ചു കളഞ്ഞു. അതു നിമിത്തം അവർ പിളർപ്പിലാകും. ഒരുവൻ സ്നേഹിതന്മാർക്കെതിരായി ഉയർന്നാൽ അവൻ്റെ മക്കളുടെ കണ്ണ് മങ്ങിപ്പോകും. ജാതികളുടെ ആധിപത്യം അവരുടെ മേൽ വരുത്തും. ഞാൻ അവരുടെ മുഖത്ത് മൂടുപടമാകും. ദുഃഖം നിമിത്തം എൻ്റെ കണ്ണ് മങ്ങിയിരിക്കുന്നു. എൻ്റെ ചിന്തകളെല്ലാം നിഴൽ പോലെയത്രേ. പരമാർത്ഥി അതു കണ്ടു ഭ്രമിക്കും. നിർദോഷി അധർമ്മിയുടെ നേരെ കോപിക്കും. നീതിമാൻ തൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കും. കൈ ശുദ്ധമായവൻ മേൽക്കുമേൽ ശക്തി പ്രാപിക്കും. നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് മടങ്ങി വന്ന്, ഞാൻ നിങ്ങളിൽ ഒരു ജ്ഞാനിയെയും കണ്ടില്ല. ദിനങ്ങൾ കഴിഞ്ഞുപോയി. ഉദ്ദേശങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്കു ഭംഗം വരുത്തിയവരോ, നിങ്ങൾ രാത്രിയെ പകലാക്കുന്നു. വെളിച്ചം ഇരുളിനു മുമ്പിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുന്നു. ഞാൻ പാതാളത്തെ എൻ്റെ വീടായി പ്രതീക്ഷിക്കുന്നു. ഇരുളിൽ ഞാൻ എൻ്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാൻ നാശത്തോട്, നീ എൻ്റെ പിതാവ് എന്നും, പുഴുവിനോട്, നീ എൻ്റെ അമ്മയും സഹോദരിയും എന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രത്യാശ എവിടെ? ആർ എൻ്റെ പ്രത്യാശയെ കാണും? അത് പാതാളം വരെ ശക്തിയോടെ ഇറങ്ങും, പൊടിയിൽ ഒരുമിച്ചിറങ്ങും. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. ബാറകുമോർ.